സർവം ശ്രീ ഗുരുവായൂരപ്പാർപ്പണമസ്തു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ ഗോവിന്ദ. ജയ ജയ ശ്രീ രാധേശ്യാം. ജയ ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപതേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഓം ഗണാനാം ത്വാം ഗണപതിഗം ഹവാമഹേ കവിം കവീനാമുപമസ്രമസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദാനശൃണ്വന്യോതിഭിസ്സീദസാദനം. പ്രണോ ദേവി സരസ്വതി വാജേഭിർവാജിനീപതി ധീനാമവിത്രവതു. ഓം ഗണേശായ നമഃ. ഓം സരസ്വതി നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിനം യേനം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം വിഘ്നേശായ നമഃ. ഓം ശ്രീ മൂകാംബികാദേവിയേ നമഃ. ഓം ഭരദേവതായേ നമഃ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം വന്ദേ ജഗദ്ഗുരും. കാർപ്പണ്യദോഷോപഗതസ്വഭാവകാ പൃച്ഛാമി താം ധർമ്മസമ്മൂഢചേതാ യശ്രേയസ്യ അനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാദിമാം ത്വാം പ്രപന്നം. ഹരേ ഗുരുവായൂരപ്പ ശരണം. സജ്ജനങ്ങളായ എല്ലാ സുഹൃത്തുക്കൾക്കും പാദനമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ പരമകാരുണ്യത്താൽ വീണ്ടും ഒരു ഏകാദശി കൂടി വന്നിരിക്കുകയാണ്. ഭഗവാൻ യോഗനിദ്ര കൊള്ളുന്ന ഈ മാസത്തിൽ ആദ്യത്തെ കൃഷ്ണ ഏകാദശി, ശ്രാവണ മാസത്തിലെ കൃഷ്ണ ഏകാദശിയാണ് വരാൻ പോകുന്നത്. കാമിക ഏകാദശി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിൽ കൂടി എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും അഭിവൃദ്ധിയും മനസ്സമാധാനവും സർവ്വപാപങ്ങൾ നീക്കി സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ഏകാദശിയാണ് കാമിക ഏകാദശി. ബ്രാഹ്മണഹത്യ പോലെയുള്ള മഹാപാപങ്ങൾ പോലും ഇല്ലാതാക്കാൻ കഴിയുന്ന അത്രയ്ക്ക് ശക്തിയുള്ള ഏകാദശിയാണ് കാമിക ഏകാദശി. ഇതിനെക്കുറിച്ചുള്ള കഥകൾ പറയുമ്പോൾ ബ്രഹ്മാണ്ഡപുരാണത്തിൽ പറയണത്, ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോട് ഓരോ ഏകാദശിയുടെയും കഥ വിവരിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കൽ കാമിക ഏകാദശിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയുകയാണ്, പണ്ട് പുരാതന കാലത്ത് ഒരു ഭക്തിയുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഭക്തിയും ശ്രദ്ധയും ശുദ്ധിയും ഒക്കെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അടക്കാൻ വയ്യാത്ത ദേഷ്യമുള്ള ആളാണ്. പെട്ടെന്ന് പ്രകോപനം ഉണ്ടാകുന്ന, പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ഒരു ബ്രാഹ്മണനുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നു. അവസാനം തർക്കം മൂത്തിട്ട് ഇദ്ദേഹം പറയുന്നതാണ് ശരി എന്ന് സ്ഥാപിക്കാനായിട്ട് ആ ബ്രാഹ്മണനെ കൊന്നുകളയുകയാണ്. ഭയങ്കരമായ ബ്രഹ്മഹത്യാ പാപം അങ്ങനെ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുകയാണ്. സ്വന്തം ദേഷ്യം കൊണ്ട് അത് വരുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് വളരെയേറെ വിഷമമായി. തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ, താൻ വളരെ വലിയൊരു മഹാപാപമാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രാഹ്മണനെ കൊന്നുകൊണ്ട് ബ്രഹ്മഹത്യാ പാപത്തെ വരുത്തി വെച്ചിരിക്കുകയാണ്. ഇതിനെന്താണൊരു പരിഹാരമെന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു മഹർഷിയെ കാണുകയും അദ്ദേഹത്തോട് ഇതിൻ്റെ പരിഹാരം ആരായുകയുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വരുന്ന കാമിക ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഈ മഹാപാപത്തിൽ നിന്നും രക്ഷ നേടാൻ പറ്റും. അതുകൊണ്ട് കൃത്യമായി ശുദ്ധിയോടുകൂടി വ്രതം അനുഷ്ഠിക്കൂ എന്ന് നിർദ്ദേശിക്കുന്നു. ഇതേ തുടർന്ന് അദ്ദേഹം കാമിക ഏകാദശി വ്രതം ശ്രദ്ധയോടും ചിട്ടയോടും കൂടി അനുഷ്ഠിക്കുകയും ഭഗവാൻ ശ്രീധരനിൽ എല്ലാം സമർപ്പിച്ച് തൻ്റെ പാപത്തിന് പരിഹാരം നൽകാൻ, തൻ്റെ പാപത്തിൽ നിന്നും എന്നെ കരകയറ്റാനായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ ഇല്ലാതാവുകയും പിന്നീടുള്ള ജീവിതകാലം ദേഷ്യവും അഹങ്കാരഭാവവും ഒക്കെ മാറ്റിയിട്ട് ഭഗവാൻ പാതാരവിന്ദങ്ങൾ അടിയുറച്ച ഭക്തിയോടുകൂടി ജീവിച്ച് ഭഗവാനിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് കാമിക ഏകാദശിയുടെ കഥ.
അപ്പോൾ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടി ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ അടിയുറച്ച ഭക്തി ഉണ്ടാകുകയും അങ്ങനെ എല്ലാ കാമനകളെയും നമുക്ക് നടത്തിത്തരികയും ചെയ്യുന്നു ഭഗവാൻ ശ്രീധരൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. ആരോഗ്യം, ധനം, ആത്മീയ പുരോഗതി, കുടുംബസമാധാനം, സന്തോഷം ഇവയൊക്കെയാണ് ഈ ഏകാദശിയുടെ ഫലമായിട്ട് പറയപ്പെടുന്നത്. എല്ലാറ്റിലുപരി ഭഗവാന്റെ അടിയുറച്ച ഭക്തി അത് തന്നെയാണ്. പിന്നെ ഈ ഏകാദശി വ്രതം എല്ലാവരും കൃത്യമായിട്ടെടുക്കുകയും ആ ദിവസം ഓം നമോ നാരായണായ എന്ന മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന കലിസന്ത്രണ മന്ത്രവും കൃത്യമായിട്ടും ജപിക്കേണ്ടതാണ്. എത്ര പ്രാവശ്യം പറ്റുമോ 108 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ജപിക്കുക. പിന്നെ എത്ര തവണ പറ്റുമോ അത്രയും തവണ ജപിക്കുക. ഭാഗവതവും നാരായണീയവും ഭഗവത്ഗീതയും ഒക്കെ പാരായണം ചെയ്യുക. രാമായണ മാസമാണ്, രാമായണം പാരായണം ചെയ്യുക. അപ്പോൾ അങ്ങനെ ആത്മീയമായ ആ ചിന്തകളോടുകൂടി ഭഗവാൻ ശ്രീധരനിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി വ്രതം അനുഷ്ഠിക്കുക. ഇത്തവണത്തെ കാമിക ഏകാദശി വ്രതം വരുന്നത് ജൂലൈ 31-നാണ്. ജൂലൈ 30-ാം തീയതി വൈകിട്ട് 4:44-നാണ് വ്രതം തുടങ്ങുന്നത്. 31-ാം തീയതി വൈകിട്ട് 3:55-ന് വ്രതം അവസാനിക്കുന്നതാണ്. ഏകാദശി തിഥി അവസാനിക്കുന്നതാണ്. പാരണ വീടേണ്ടത് 1-ാം തീയതി രാവിലെ 5:45-നും 10:12-നും ഇടയ്ക്കായിട്ടാണ്. ഇത്തവണത്തെ ഹരിവാസരം വരുന്നത് രാവിലെ 10:08-നും രാത്രി 9:58-നും ഇടയിലായിട്ടാണ്. ആ സമയത്ത് ഭഗവാന്റെ കീർത്തനങ്ങൾ, കലിസന്ത്രണ മന്ത്രം ഒക്കെ ചൊല്ലാവുന്നതാണ്. കൃത്യമായ വ്രതാനുഷ്ഠാനം നടത്തി പാരണ വീട്ടി ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരും നേടിയെടുക്കുക. ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ ഗുരുവായൂരപ്പാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേശ്യ. ജയ ശ്രീ രാധേ രാധേ. ഹരേ ഗുരുവായൂരപ്പാ ശരണം.